ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ LDFന്റെ അവസാന ലാപ്പിനെ ഏറ്റവും ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് രണ്ടുപേരാണ്. അല്ലെങ്കിൽ ഈ LDFനെ വിജയത്തിലേക്ക് എത്തിക്കാൻ വിജയിക്കുകയാണെങ്കിൽ വിജയത്തിലേക്ക് എത്തിക്കാൻ സഹായിച്ച ആളുകളിലെ രണ്ടു പേരിൽ ഒരാള് നികേഷ് കുമാർ എന്ന് പറയുന്ന മനുഷ്യനാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് എന്തൊക്കെ വീഡിയോ എത്തിയിട്ടുണ്ടോ, എന്തൊക്കെ കാട്ടുകടന്നതിന്റെ വീഡിയോകൾ കൃത്യമായിട്ടും VD സതീശനൊക്കെ തച്ചു തകർത്ത്, അതുപോലെ പ്രതിപക്ഷത്തെ തച്ചു തകർത്ത് ഇല്ലാതാക്കി അവർ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും നിങ്ങളുടെ മുമ്പിലേക്ക് നിരന്തരം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ എന്ന് പറയാൻ കഴിയുന്ന മനുഷ്യൻ അത് നികേഷ് കുമാറാണ്. നമ്മുടെ വാർത്താ മാധ്യമങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. ഇനി അത് മാത്രമല്ല, ഒപ്പം തന്നെ വേറൊരു മനുഷ്യൻ കൂടിയുണ്ട്. അത് ഏറ്റവും അവസാന സമയത്താണ് നമ്മുടെ മുമ്പിലേക്ക് ആ മനുഷ്യൻ വന്നത്. അയാൾ വരുന്നത് വെറും കൈയോടെ കോൺഗ്രസിനെ പോലെ നോട്ടീസിൽ എഴുതിയതിന്റെ പുറകിൽ സംസാരിക്കാനല്ല. കൃത്യമായിട്ട് ചരിത്രം അറിയുന്ന മനുഷ്യൻ, കൃത്യമായിട്ട് ഡേറ്റും മറ്റും വെച്ച് സംസാരിക്കുന്ന മനുഷ്യൻ, കൃത്യമായിട്ട് ഡാറ്റ് വെച്ച് സംസാരിക്കുന്ന മനുഷ്യൻ. അയാൾ പേര് M സ്വരാജ് എന്നാണ്. M സ്വരാജും ഒപ്പം തന്നെ നികേഷ് കുമാറുമാണ് ഇടതുപക്ഷത്തെ ഏറ്റവും ശക്തമായ നിലയിൽ ഈ അവസാനത്തെ ലാപ്പില്, ഈ കൊട്ടിക്കലാശത്തില് ശക്തമായി നിലനിർത്തിയത് ഈ രണ്ടു പേരുമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വേണമെങ്കിൽ നമുക്ക് ആദ്യം സ്വരാജിനെ കുറിച്ച് 4 വർത്തമാനം കേൾക്കാം. പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ താരതമ്യത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന രണ്ടുപേരും രണ്ട് തരത്തിൽ രാഷ്ട്രീയത്തെ സമീപിക്കുന്നവരാണ്. ഇപ്പൊ M സ്വരാജ് അങ്ങനെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുകയും മുഴുവൻ ആളുകളെയും കൈവീശി കാണിക്കുകയും ഓരോരുത്തരെയും ചെന്ന് കെട്ടിപ്പിടിക്കുകയും അവരെല്ലാം കേൾക്കുകയും മുത്തം വെക്കുകയും ചെയ്യുന്ന സ്വഭാവത്തിലുള്ള നേതാക്കളല്ല. CPIMന്റെ തന്നെ കാര്യം എടുത്താൽ, CPIM എന്ന് പറഞ്ഞ പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്, ആ പാർട്ടിക്ക് സൈദ്ധാന്തികമായ നേതൃത്വം കൊടുക്കുന്നവരുണ്ട്, അതിന്റെ അകത്ത് ബുദ്ധിജീവികളുണ്ട്, ഒപ്പം ട്രേഡ് യൂണിയനിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള മനുഷ്യരാൽ പല ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരാൽ ബന്ധിതമാണ് CPIM എന്ന് പറഞ്ഞ ഓർഗനൈസേഷന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അപ്പൊ ഞാൻ കാണുന്നത് M സ്വരാജ് എന്ന് പറഞ്ഞ ഒരു നേതാവ് എന്ന് വെച്ചാൽ CPIMനെ സംബന്ധിച്ച് അതിന് ആശയ വെളിച്ചം നൽകാൻ കഴിയുന്ന നേതാക്കൾ ഉണ്ടാവുക പ്രധാനമാണ്. എന്താണ് കമ്മ്യൂണിസ്റ്റ്? തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ആശയ വെളിച്ചം നൽകുകയാണ് ഇദ്ദേഹം ചെയ്തത്. ഒരുപക്ഷെ ഒരു തരത്തിൽ ഇദ്ദേഹം വരുന്നു, ഇടതുപക്ഷത്തിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടി പത്രസമ്മേളനത്തിൽ വരുന്നു. ആദ്യമായിട്ട് നമ്മുടെ കോൺഗ്രസിന് ഒരു പുതിയ പേരങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, ശവം തൂക്കികൾ. വിത്ത് സ്റ്റോറിയോട് കൂടിയിട്ടാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നാണ് അങ്ങനത്തെ ഒരു പേരടക്കം അദ്ദേഹം പുറത്തേക്ക് എടുത്തിരുന്നത്. അദ്ദേഹം ജയിലിൽ പോയതിനെ കുറിച്ച്, ജയിലിലെ കള്ളന്മാരെ കണ്ടുമുട്ടിയതിനെ കുറിച്ചിട്ട്, കള്ളന്മാർക്ക് മോഷണത്തിൽ ഒരു നൈതികതയുണ്ട്, നീതിയുണ്ട് എന്നതിനെ കുറിച്ച്, ഈ കള്ളന്മാരൊരിക്കലും മരിച്ചു കിടക്കുന്നവരെയോ മറ്റോ അവരുടെ ദേഹത്തുള്ള ആഭരണങ്ങളോ മറ്റോ മോഷ്ടിക്കില്ല എന്നതിനെ കുറിച്ച്, അതടക്കം മോഷ്ടിക്കുന്ന കള്ളന്മാരുണ്ട്, അത്തരം കള്ളന്മാരെ ശവം തൂക്കികളാണെന്നാണ് വിളിക്കുക എന്നതിനെ കുറിച്ച്, അതേപോലെ ശവം തൂക്കികളാണ് ഇവിടുത്തെ കോൺഗ്രസ് വയനാട് മരിച്ചുപോയ ഒരുപാട് ആളുകളുടെ ശവശരീരത്തെ വിറ്റ് കാശാക്കി ആ പൈസ കൊണ്ട് ഇലക്ഷൻ നടത്തിയ ആളുകളാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ എന്ന രീതിയിലാണ് M സ്വരാജ് കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പിറ്റേ ദിവസം മുതൽ ശവം തൂക്കികൾ എന്ന് പറയുന്ന വാക്ക് അതുവരെ മലയാളക്കര കേട്ടിട്ടുണ്ടാവില്ല. ശവം തൂക്കികൾ എന്ന വാക്ക് ഗംഭീര ഒരു വാക്കായി മാറി. എല്ലാവരും കോൺഗ്രസിനെ അത് വിളിക്കാൻ തുടങ്ങി. കോൺഗ്രസിന് ആ വിളി കേട്ട് നാണക്കേടിന്റെ അവസാനം ഒരു മനുഷ്യനെ കൊണ്ടുപോയിരുന്നു, രാജു P നായർ എന്ന് പറയുന്ന മനുഷ്യനെ വീണ്ടും കൊണ്ടിരുത്തുന്നത്. രാജു P നായർ തന്റെ മുമ്പിലേക്ക് കിട്ടിയ ചില്ലറ കണക്കുകളുമായിട്ട് വന്നതാണ്. ആ കണക്കിലൊന്ന്, ഈ വയനാട് ഫണ്ടിലേക്ക് അല്ലെങ്കിൽ വയനാടിനെ സഹായിക്കാൻ വേണ്ടി CPM തനതായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല, CPMന്റെ കേന്ദ്ര കമ്മിറ്റി ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി വിവരം അവിടെ വച്ച് വിളമ്പി. അവിടെ സംസാരിക്കേണ്ടത് അരുൺകുമാർ ആയിരുന്നു, അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞു, ആ കണക്ക് എന്റെ കയ്യിലില്ല, എനിക്ക് സമയം വേണം, ഞാൻ നിങ്ങളെ തരാം. എന്നാൽ ചാനൽ ചർച്ച കഴിഞ്ഞ് വിത്തിൻ ഹാഫ് ആൻ അവർ, അരമണിക്കൂറിന്റെ ഉള്ളില് ആ ഒരു കണക്ക് മുഴുവൻ നമ്മുടെ പബ്ലിക് ഡൊമൈനിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. 1 കോടിയോ അടുത്ത രൂപയാണ് CPM തനതായിട്ട് പിരിച്ചത്. ജനങ്ങളിൽ നിന്ന് പിരിച്ചതല്ല, CPM തനതായിട്ട് അവരുടെ അംഗങ്ങളിൽ നിന്ന് മാത്രം പിരിച്ചുണ്ടാക്കിയത്. അത് ഇന്ന ഡേറ്റിന് 2 തവണയായിട്ട് കേരള മുഖ്യമന്ത്രിയുടെ CMDRFയിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് പറയുന്ന കണക്ക് വിത്ത് പ്രിന്റ് ഔട്ട് സഹിതം പുറത്തു വന്നു. അതോടുകൂടി രാജു P നായർ കൊണ്ടുവന്ന ആ ഒരു വലിയ മാലപ്പടക്കം അവരെ തന്നെ കുടുംബത്തിന്റെ അകത്ത് കയറിയിട്ട് പൊട്ടുന്ന അവസ്ഥ ഉണ്ടായി. അതോടുകൂടിയിട്ട് ഇവിടുത്തെ വലതുപക്ഷം എന്ന് പറയുന്ന കോൺഗ്രസ് അടപടലം മൂഞ്ചാൻ തുടങ്ങി എന്നുള്ളതാണ്. ആ മൂഞ്ചലിന്
ഇതിന് ആക്കം കൂട്ടാൻ വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ചോദ്യം ചോദിച്ചിരിക്കുകയാണ് KPCCയുടെ സെക്രട്ടറി തന്നെ നേരിട്ട് വന്നിട്ട് കണക്ക് അവതരിപ്പിച്ചത്. ആ കണക്ക് അവതരിപ്പിച്ച് അവരുടെ നെഞ്ചത്തേക്ക് തന്നെയുള്ളൊരു കൂരമ്പായിട്ട് മാറി എന്നുള്ളതാണ്. കണക്കിൽ അവർ അവതരിപ്പിച്ചത് 6 കോടി രൂപയാണ്. 6 കോടി രൂപ ഭൂമി വാങ്ങിക്കാൻ തന്നെ ചെലവഴിച്ചു. ഇനി 5ന്റെ പൈസ കയ്യിലില്ല എന്നടക്കം അവർ പറഞ്ഞു. അതോടുകൂടിയിട്ട് അത് അവിശ്വസനീയമായ ഒരു കണക്കാണ്. കാരണം തൊട്ടിപ്പുറത്തുള്ള മുസ്ലിം ലീഗിന് 40 കോടിയോളം രൂപ ഈ ജനങ്ങളിൽ നിന്ന് പിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് കോൺഗ്രസിന് വെറും 5 കോടി മാത്രം പിരിക്കാൻ സാധിച്ചു? ഈ കണക്ക് വിശ്വാസയോഗ്യമല്ല എന്നാണ് ആളുകളൊക്കെ പറയാൻ തുടങ്ങിയത്. പൊതുജനങ്ങൾ പറയാൻ തുടങ്ങിയതാണ്. സംഗതി അവിടെ അവസാനിക്കുന്നില്ല. അപ്പോഴതാ വീണ്ടും നികേഷ് കുമാർ ഒരു പുതിയ കണക്കുമായിട്ട് വരുന്നു. ഇവർക്ക് 2 അക്കൗണ്ട് ഉണ്ട്. ഒന്ന് ഫെഡറലാണ്. ആ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിന്റെ അക്കൗണ്ട് നമ്പർ അടക്കമാണ് നികേഷ് കുമാർ കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചത്. ഇതോടുകൂടിയിട്ട് ആ ഒരു കോൺഗ്രസ് മുന്നണി അങ്ങോട്ട് ഫ്ലാറ്റായി എന്ന് പറയാം, തകർന്ന് തരിപ്പണമായി എന്ന് പറയാം. അതായത് അവസാന ലാപ്പില് വിജയം കൈവരിച്ചത് LDF ആണ്. എന്നാൽ അതേസമയം തന്നെ പരാജയത്തിന്റെ എല്ലാ കയ്പ് നീരും കുടിച്ചത് UDF ആണ്. അത്രയ്ക്ക് ഭീകരമായിട്ടാണ്. ഇനി ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങൾ. ഇവര് വയനാട് വീട് വെച്ച് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നത് സത്യസന്ധമായ കാര്യങ്ങൾ. ഇവരും വെറും കല്ലിട്ട് പോകുന്ന ആളുകളാണ് എന്നുള്ള കാര്യം സത്യസന്ധമായ കാര്യങ്ങൾ. ഇവർ ഭരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെല്ലാം രാത്രികളിൽ അരയും ഒരു മണിക്കൂറോളം നമ്മൾ ഇരുട്ടിലായിരുന്നു എന്നുള്ള കാര്യം സത്യസന്ധമായ കാര്യങ്ങൾ. ഇവർ ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ സ്കൂൾ പൂട്ടാൻ തുടങ്ങിയിരുന്നു, പൂട്ടി മാറ്റുകയായിരുന്നു 10-24 സ്കൂളുകൾ എന്നുള്ളതും സത്യസന്ധമായ കാര്യങ്ങളാണ്. ഇവർ പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിക്കാൻ പുസ്തകങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് സത്യസന്ധമായ കാര്യങ്ങളാണ്. ഈ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഒരു ജനത നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ വീണ്ടും ഒരു പക്ഷേ നമ്മളെല്ലാവരും കേരളം ആഗ്രഹിക്കുന്ന പോലെ തന്നെ ഇദ്ദേഹം ആ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ തുടരുമെന്നാണ് ഞാനൊക്കെ കരുതുന്നത് കേട്ടോ. എന്തായാലും ആ കരുതലൊക്കെ യാഥാർത്ഥ്യമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ബൈ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും എഴുതി വെക്കണേ. അതിപ്പോൾ എന്നെ തെറി വിളിക്കാനുള്ള സംഗതിയാണെങ്കിലും നിങ്ങൾക്ക് എഴുതി വെക്കാം, ഞാനത് ഡിലീറ്റ് ചെയ്യില്ല. കാരണം നിങ്ങളുടെ അഭിപ്രായമാണ്, നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്, നിങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന്റെ അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായത്തെ ഞാൻ അതിന്റെ മുഖവലിക്ക് തന്നെ എടുക്കുന്നതായിരിക്കും. അപ്പോൾ സുഹൃത്തുക്കളെ, അടുത്ത ദിവസം കാണാം. ബൈ.